സ്വർണം പവന് 160 രൂപ കുറഞ്ഞു. വെളിച്ചെണ്ണയ്ക്ക് 100 രൂപ കൂടി. ചെലവ് ചുരുക്കിയേ പറ്റൂ. ആ പട്ടികളെ എന്തു പറ്റി മണി? എന്നെ കടിക്കാൻ വന്നു. ഞാൻ മുറ്റടിക്കാൻ വേണ്ടി പുറത്തിറങ്ങിയപ്പോ രണ്ടും കൂടെ ഒരു പാത്രത്തിൽ പാല് കുടിച്ചോണ്ടിരിക്കണം. പാല് കുടിക്കണ? അതിന് ഈ വീട്ടിൽ നിന്ന് പട്ടികൾക്ക് പാല് കൊടുക്കുന്നവര് വേറെ ആരും നിങ്ങളുടെ മൃഗസ്നേഹിയായ മോള്. അത് എന്നിട്ട് ഞാന് പാല് കുടിക്കണ കണ്ടപ്പോഴത്തേക്കും കുടിച്ചോട്ടെന്ന് കരുതി. അത് കഴിഞ്ഞിട്ട് പോകാൻ വേണ്ടി ഷൂ ഒന്ന് ആക്കിപ്പോയിട്ട് കടിക്കാൻ വരുന്നു. അതെന്താ അറിയുമോ? പട്ടികളെ വിചാരിച്ചു ഒരു മാസത്തേക്കുള്ള ഇറച്ചി കഷ്ണം മുന്നിൽ കിട്ടിയല്ലോ എന്നുള്ള സന്തോഷം കൊണ്ട് ചാടി വന്നതാണ്. രവിയേട്ട എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ. അറിയാലോ എന്റെ സ്വഭാവം മാറി കഴിഞ്ഞാൽ പട്ടിയെ മാത്രമല്ല എല്ലായിടത്തും ഞാൻ ശരിയാക്കും. വിളി നിങ്ങളുടെ മോളെ പിങ്കി വിളി. പിങ്കി മോളെ പിങ്കി എന്തോ ഇനി വന്നേ. ചോദിച്ചോണം അവിടെ ഒരാവശ്യമില്ലാത്ത പണികൾ എടുത്ത് വെച്ചിട്ട് അടക്കമണി ഞാൻ ചോദിക്കാന്ന് പറഞ്ഞില്ലേ? ചോദിക്കേ മക്കളെ, മോള് പട്ടിക്ക് പാലെടുത്ത് കൊടുത്തോ? ഓ കൊടുത്ത്. കുറച്ചതിന്റെ ബിസ്ക്കറ്റും കൂടെ കൊടുക്കണം. അതിന് ബിസ്ക്കറ്റ് ഉണ്ടോ? അച്ഛാ കുറച്ചേ ഉള്ളൂ. അച്ഛൻ പുറത്തു പോയിട്ട് വരുമ്പോ എനിക്ക് 2-3 കവർ കൂടെ മേടിച്ചോണ്ട് വരും. ശരി വാങ്ങിച്ചു. ആവട്ടെ. ഇല്ലടി അവിടെ പട്ടിയുടെ ക്ഷേമം അന്വേഷിക്കാനാണ് അവളടുത്ത് വരാൻ പറഞ്ഞത്. നിങ്ങൾ ചോദിക്ക കാര്യം. സോറി പിങ്കി, ഇവിടെ പറ്റൂല. 2 പട്ടികളെ ഇപ്പൊ തന്നെ പറഞ്ഞു വിടാം. ഇവിടെ പട്ടിയെ വളർത്താൻ പറ്റൂല. അച്ഛാ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടോ, ഇത് എന്റെയും കൂടെ വീടാണോ? ആണോ അല്ലേ? അതെന്താ മോൾ അങ്ങനെ ചോദിച്ചാ? മക്കളെ കൂടെ വീടല്ലേ? ആണല്ലോ. അപ്പൊ ഇവിടെ എന്റെ ഇഷ്ടങ്ങൾക്കും വില തരണം. എന്റെ പട്ടികളെ ഞാൻ ജീവിച്ചിരിക്കുന്നോളം കാലം ഇവിടെ നിന്ന് പറഞ്ഞു വിടാൻ പറ്റൂല. അങ്ങനെയാണെങ്കിൽ ഇവിടെ ജീവിക്കാൻ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ഞാൻ എന്റെ തറവാട്ടിൽ പോക്കോളാം. ഇവിടെ എന്തുവാണ് ഇപ്പൊ പ്രശ്നം? ചൈന അതിർത്തി കരാർ ലംഘിച്ച്. ഇവിടെ വേറെ എന്തോന്നാണ് പ്രശ്നം? നമ്മുടെ ഈ വീടിന്റെ കോമ്പൗണ്ടിൽ ഒരു പട്ടികൾ ഇവിടെ കയറാൻ പാടില്ല. അല്ലേലും നിന്റെ മനസ്സ് മൃഗീയമാണല്ലോ. അമ്മ ആക്ച്വലി ഇവിടെ എന്താണ് സംഭവിച്ചത്? ഞാൻ മുറ്റം അടിക്കാൻ വേണ്ടി പുറത്തിറങ്ങി. അപ്പൊ ഈ ഒരു പാത്രത്തിൽ 2 കൂടെ പാല് കുടിച്ചോണ്ട് കിടക്കായിരുന്നു. പാലാ ചേച്ചി മിണ്ടോരി. അപ്പൊ പാല് കുടിച്ചോണ്ടിരിക്കായിരുന്നല്ലോ. അത് പറഞ്ഞല്ലോ. അപ്പൊ പാല് കുടിച്ചോണ്ടിരിക്കുമ്പോ ഞാൻ പാവല്ലേന്ന് വിചാരിച്ച് നോക്കിക്കൊണ്ടിരുന്നു. അപ്പം പാവല്ലേ എന്തോന്ന് മണി ഇത്? അപ്പ അല്ല അടാ, നീ കാര്യം പറ. എനിക്ക് അപ്പൊ ഒന്ന് പറഞ്ഞാലേ കാര്യം വരുള്ളൂ. ആയിക്കോട്ടെ പറ. ഞാൻ പറയട്ടല്ലോ. അപ്പൊ പാല് കുടിച്ച് കഴിയണവരെ ഞാൻ നോക്കിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞപ്പോ പോവാൻ വേണ്ടി ഷൂ എന്ന് പറഞ്ഞപ്പോ അത് കടിക്കാൻ വന്നെ. കിട്ടുവോ വിട്ടുവോ കടിക്കാൻ വന്ന? നിന്റെ പട്ടിയുടെ പേരൊക്കെ എനിക്ക് എങ്ങനെ അറിയാം? ആ കറുത്ത സാധനം. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അമ്മ എങ്ങനെയാണ് അതിനെ ഓട്ടിച്ചേ? ഞാനിങ്ങനെ ചൂല് ചെറുതായിട്ട് വീശിയിട്ട് ഷൂ പോന്ന കണ്ടു പറഞ്ഞു. ചുമ്മാതല്ല, ചൂല് കണ്ടപ്പോ അവന്റെ സ്വഭാവം മാറിയതാണ്. ഓ പിന്നെ നിന്റെ പട്ടികളെ എങ്ങനെ ഓടിക്കണം? ഒന്നെങ്കിൽ മിട്ടു കിട്ടു പോ എന്ന് പറയണം, അല്ലെങ്കിൽ മക്കളെ പൊക്കോ എന്ന് പറയണം. എന്റെ പട്ടി പറയോ അങ്ങനെ? ഇതെന്തോന്ന് തെരുവ് പട്ടിയിൽ കടിപിടി കൂടുന്ന പോലെ? എല്ലാം കയറി പൊയ്ക്കേ. ഇതിനൊരു തീരുമാനം ഞാൻ ഉണ്ടാക്കും. നീ കുറെ ഉണ്ടാക്കും. പിങ്കി, ആക്കള് സൂക്ഷിച്ചു ഉപയോഗിക്കണം കേട്ടാ. അമ്മ വാ, എന്റെ പാല് മുട്ടയിട്. അല്ല പട്ടിയുടെ കാര്യം പറഞ്ഞ് നമ്മുടെ വിലപ്പെട്ട സമയം കളയാതെ വരാൻ നോക്ക്. പാല് മാത്രമല്ല ഞാൻ പട്ടിക്ക് കൊടുത്തത്, പിന്നെ നിന്റെ മുട്ടയും കൊടുത്തു. ദൈവമേ, നിന്നെ പിങ്കി, അച്ഛൻ ഇത് മനഃപൂർവ്വം ചെയ്യാണ്. അമ്മ ക്ഷമിച്ച് ക്ഷമയുടെ നെല്ലിപ്പലക ചവിട്ടി നിൽക്കണു ഞാൻ. നെല്ലിപ്പലകി? ആ പലക പൊട്ടി അമ്മ നിലത്ത് വീണാല് അമ്മ അവിടെ കിടന്ന് ക്ഷമിക്കും. അല്ലാതെ അമ്മയെ കൊണ്ട് ഒന്നും നടക്കൂല. എടി പിങ്കി, നീ ദിവസങ്ങൾ എണ്ണിക്കോ. എന്റെ പ്രോട്ടീനിലാണ് നീ തൊട്ട് കളിച്ചിരിക്കുന്നത്. ഒന്നെങ്കിൽ നീ, അല്ലെങ്കിൽ ഞാൻ, അല്ലെങ്കിൽ നിന്റെ പട്ടികൾ. ഏതെങ്കിലും ഒരു ടീമേ ഈ വീട്ടിൽ കാണുള്ളൂ. മിക്കവാറും ഞാൻ തന്നെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ബോക്സിന്റെ കാര്യത്തിൽ ഉടനെ ഒരു തീരുമാനം ആവും. ഞാനേ ഒരാഴ്ച അമ്മയുടെ അടുത്ത് പോയി നിന്നാൽ എന്തെന്ന് ആലോചിക്കും. ഇവിടെ യുദ്ധം നടക്കുമ്പോ നിങ്ങക്ക് നിങ്ങളുടെ അമ്മയുടെ മടി പോയി കിടക്കണോ അല്ലേ? ഇവിടെ തന്നെ നിന്നാ മതി. വേണമെങ്കിൽ ബാങ്കിൽ നിന്ന് ഒരാഴ്ച ലീവ് എടുത്ത് നിന്നോ. ഓ നിന്നെ ഞാൻ കാണിച്ചു തരാടി. അയ്യേ അച്ഛാ, ഞാൻ അതാ പറഞ്ഞേ. തെരുവ് നായ്ക്കൾക്ക് കുടുംബജീവിതത്തിൽ ഇത്രയും പ്രാധാന്യം ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. അയ്യോ ഓഹരി നിലവാരം.